അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് 20 മുതൽ 22 വരെയുള്ള കാര്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? 12 വർഷമായിട്ട് രക്തസ്രവം ബാധിച്ചൊരു സ്ത്രീയെ കുറിച്ചാണ്. ഈ 12 വർഷത്തെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് അത്ര ചുരുങ്ങിയ കാലയളവൊന്നുമല്ല, ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. 12 വർഷം എന്ന് പറയുന്നത് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സംഖ്യയും കൂടിയാണ്. അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്, 12 ശിഷ്യന്മാരെന്ന് പറയുന്നുണ്ട്. ഒരു പൂർണ്ണ ചക്രമായിട്ടാണ് ഈ 12 എന്നുള്ള വാക്യം കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കൂ, ഈ സ്ത്രീക്ക് തന്റെ കഷ്ടപ്പാടെന്ന് പറയുന്നത് നീണ്ട കഷ്ടപ്പാടായിരുന്നു, വിട്ടുമാറാത്ത കഷ്ടപ്പാടായിരുന്നു, പ്രതീക്ഷയില്ലാത്ത കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുക, നീണ്ട കഷ്ടപ്പാട് നിറഞ്ഞ ഈ സഹോദരിയുടെ അവസ്ഥ, ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ, ഇത് ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം ഇതിനെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവളുടെ എല്ലാ പണവും ചെലവഴിച്ച് ഡോക്ടർമാർക്ക് അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊരു പദമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അവൾ കൂടുതൽ വഷളായി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവളുടെ രോഗം അവളുടെ ജീവിതത്തെ പൂർണ്ണമായി നിരാശപ്പെടുത്തി കഴിഞ്ഞു. ഏറിയ പൈസ കൊടുത്തും എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവൾക്ക് സൗഖ്യം പ്രാപിച്ചില്ല എന്നാണ് പറയുന്നത്. അവരുടെ ആയുസ്സിൽ അവൾ സമ്പാദിച്ച പണം മുഴുവൻ ഈ ഒരു വിഷയത്തിൽ അവൾ ചെലവഴിച്ചിട്ടും അവൾ അഭിമുഖീകരിച്ച രോഗത്തെ ഒരു ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നാണ് മർക്കോസിന്റെ സുവിശേഷം ഈ വേദഭാഗത്തെ കൂട്ടിച്ചേർക്കാനിടയാകും, ഈ സംഭവത്തെ കൂട്ടിച്ചേർക്കാനിടയാകും. അപ്പോൾ മനസ്സിലാക്കണം, മെഡിക്കൽ തിയോളജി പോലും അവിടെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. മെഡിക്കൽ സിസ്റ്റം അവളുടെ ജീവിതത്തിൽ വിടുതൽ നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെയിരിക്കെ സമൂഹം അവളെ നിരസിച്ചിരിക്കുന്നു, മതം അവളെ ഒഴിവാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, എത്ര വേദനാജനകമായ ഒരു കാഴ്ചപ്പാടാണ് ഈ സംഭവത്തിൽ നമുക്ക് ഗ്രഹിച്ചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹം അശുദ്ധം എന്ന് പറഞ്ഞാണ് വേർതിരിച്ചിരിക്കുന്നത്, അവളെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വേർതിരിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ സ്വാഗതാർഹമായ ഒന്നും തന്നെ ഈ ലോകത്ത് അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല. ലേവ്യ പുസ്തകം 15-ാം അധ്യായം ഒന്ന് പഠിക്കണം. അവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ലേവ്യ പുസ്തകത്തിന്റെ നിയമമനുസരിച്ച് ഈ സ്ത്രീ ആചാരപരമായിട്ട് എന്താണ്? അശുദ്ധമാണ്, അശുദ്ധിയാണ്. അവൾ തൊട്ടതെല്ലാം അശുദ്ധമാകുന്നു. അപ്പോൾ എത്രമാത്രം ഒറ്റപ്പെടൽ എന്നുള്ള ആ അവസ്ഥ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ഈ രാത്രി ദൈവമക്കളെ മനസ്സിലാക്കുക, പ്രാർത്ഥനയ്ക്ക് പോലും അന്നുള്ള പള്ളിയിൽ, സിനഗോഗിൽ പോലും ഈ അസുഖമുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഗ്രഹിപ്പിക്കുന്നു. അവർക്ക് പൊതു ഫംഗ്ഷനിലോ പൊതു ആരാധനയിലോ ഒരു 4 പേർ കൂടുന്ന ഇടത്തൊന്നും അവർക്ക് ചെല്ലാൻ പറ്റത്തില്ല എന്ന് പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ടൊരു ബന്ധം നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സമ്പർക്കം പോലും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവൾ ജീവിച്ചിരിക്കുക, അവൾക്ക് ശരീരത്തിൽ ജീവനുണ്ട്. പക്ഷെ അവൾ സാമൂഹികമായിട്ട് അവൾ മരിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി കേൾക്കൂ, അവളിലുള്ള ആ രഹസ്യ വിശ്വാസം ലോകത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത, അവൾക്ക് മാത്രം മനസ്സിലാക്കി തന്നതായ ആ രഹസ്യ വിശ്വാസം ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം. അവൾ അവന്റെ പിന്നിൽ വന്ന് അവന്റെ മേലങ്കിയുടെ അരികിൽ തൊട്ടു എന്നല്ലേ അവിടെ വ്യക്തമാക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ്? രഹസ്യ വിശ്വാസം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരു ടെക്നോളജിക്ക് പോലും ഈ സ്ത്രീയിലുള്ള ആ മറഞ്ഞിരിക്കുന്ന വിശ്വാസം കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇവക്ക് മനസ്സിലാക്കി തന്നതും ഇവളെ അനുഭവത്തിലേക്ക് നയിച്ചതുമായ രഹസ്യ വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നതെന്നറിയാമോ? അവൾ യേശു ക്രിസ്തുവിന്റെ പിന്നിൽ വന്ന മേലങ്കിയുടെ അരികിൽ തൊട്ടു എന്നാണ്. ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: അവൾ സംസാരിക്കുന്നില്ല, അവൾ ചോദിക്കുന്നില്ല, അവൾ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ വിശ്വാസം എന്ന് പറയുന്നത് സൈലൻ്റായ വിശ്വാസമാണ്.
നിശബ്ദമായ വിശ്വാസമാണ്, മറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനകത്ത് ത്യാഗമുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ആ വിശ്വാസം അല്പം കഠിനമായ ഉറപ്പുള്ള വിശ്വാസമാണ് എന്നിവിടെ പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠം ഇതാണ് പ്രിയരെ, വിശ്വാസത്തിന് ഇവിടെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ മുമ്പിൽ പോയി കെഞ്ചേണ്ടുന്ന ഒരു ഗതികേടില്ല. ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ ഇവിടെ ആരുടെയെങ്കിലും അനുവാദം വേണോ? വിശ്വാസത്തിന് യഥാർത്ഥത്തിൽ അടിത്തറ എന്ന് പറയുന്നത് ദൈവമാകുന്ന ഒരു ബന്ധമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. കേൾക്കൂ പ്രിയരെ, യഹൂദ പുരുഷന്മാർ ധരിക്കുന്ന നീല തൊങ്ങലുകളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. അത് ദൈവത്തിന്റെ കൽപ്പനകളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മലാക്കി സുവിശേഷം 4-ാം അധ്യായം 2-ാം വചനം അത് വ്യക്തമാക്കുന്നു. മറ്റൊരു വചനം പറയുന്നത് ഇങ്ങനെയാണ്, നീതിയുടെ സൂര്യൻ, നീതി സൂര്യൻ അവന്റെ ചിറകുകളിൽ രോഗശാന്തിയോടെ ഉദിക്കും. അപ്പോൾ ചിറകുകൾ എന്നതിന് എബ്രായ പദത്തിന് വസ്ത്രത്തിന്റെ അരികുകൾ എന്നും കൂടി അർത്ഥമുണ്ട് എന്നിവിടെ വ്യക്തമാക്കിയാണ്. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെയും പ്രവചനത്തിന്റെയും നിവൃത്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രോഗശാന്തിയോട് കൂടെ അവന്റെ ചിറകുകളിൽ രോഗശാന്തി ഉദിക്കുമെന്നും നീതി സൂര്യനിൽ ക്രിസ്തുവിൽ രോഗശാന്തി ഉണ്ട് എന്ന ഒരറിവ് ഇവക്കുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം അവൾ ജീവിച്ചിരിക്കുന്ന കാലം പഴയ നിയമത്തിന്റെ ചിന്താഗതിയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഈ അറിവുണ്ട് എന്നൊരു മറ്റൊരു സത്യം കൂടെ ഇവിടെ ഗ്രഹിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കേൾക്കും. അതുകൊണ്ടായിരിക്കണം തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ രോഗശാന്തി ഉണ്ടാകുമെന്നുള്ള ഒരറിവ്, ആ അറിവ് അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏതെല്ലാം നിലയുള്ള അറിവുണ്ട്? ഹല്ലേലൂയ. നിഴലിന്മേൽ ദൈവശക്തി ഉണ്ടെന്നുള്ള അറിവുണ്ടെങ്കിൽ നമ്മുടെ നിഴൽ തട്ടി രോഗം സൗഖ്യമാകും. നമ്മളിലുള്ള വസ്ത്രത്തിന്റെ മേൽ ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ വസ്ത്രത്തിന്റെ മേലും അധികാരമുണ്ട്, ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അവിടെ സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല നിൽക്കുന്നത്. അതിനപ്പുറത്ത് സൃഷ്ടിതാവായ ദൈവത്തിന്റെ കരുതല്, ശക്തി, അധികാരം, മഹിമ, ഇത് പൂർണ്ണമായിട്ടും ആ ദൈവവൈദ്യന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സാധാരണ വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് വചനമായതുകൊണ്ട് ആ വചനം നിങ്ങളുടെ ശരീരത്തെ മുഴുവനായിട്ട് സ്പന്ദിക്കുകയാണ്. ആ ശരീരത്തെ മുഴുവനായി നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രാത്രി വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നറിയാം, എൻ്റെ മേലും ദൈവത്തിൻ്റെ അനുഭവമുണ്ട്, ദൈവശക്തിയുണ്ട്. ഈ രാത്രി വചനം നമ്മൾ പറയുമ്പോൾ തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഇടയിൽ പ്രവർത്തിക്കുന്ന വചനം അത് ശക്തിയാണ്, അത് സൗഖ്യമാക്കും. ഈ സ്ത്രീയെ സംബന്ധിച്ച് മനസ്സിലാക്കുക, വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ രോഗശാന്തി ലഭിക്കുമെന്നുള്ള മലാക്കി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിന്റെ അറിവ് അവളുടെ ധൈര്യത്തിന് കാരണമായി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? അവൾ ആ പ്രവചനത്തെയാണ് തൊടുന്നത്, അവൾ ആ വാഗ്ദത്തം മശികയാണ് തൊടുന്നത്, വാഗ്ദത്തെയാണ് തൊടുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. എന്നെ മതം അനുവദിച്ചാൽ, ആളുകൾ അനുവദിച്ചാൽ, ഞാൻ യോഗ്യനാണെങ്കിൽ എന്നൊക്കെ ചിന്താഗതിക്കാരാണ് നമ്മൾ. എൻ്റെ കുടുംബം എൻ്റെ കൂടെ വരികയാണെങ്കിൽ, എൻ്റെ ഹാലിൽ എൻ്റെ സമൂഹം, എൻ്റെ സൊസൈറ്റി, എൻ്റെ സമുദായം എന്നെ അനുവദിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ അനുവാദത്തിനും അപേക്ഷയ്ക്കും കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം മരിച്ചു പോകത്തേയുള്ളൂ. യഥാർത്ഥ വിശ്വാസം ജീവിക്കണമെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം.
ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവവചനത്തെക്കുറിച്ച് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അതത്രേ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എന്നും കേന്ദ്രബിന്ദുവെന്നും എന്നെ തൊടാനും എന്നെ ജീവിപ്പിക്കാനും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതും ആ വചനമാണെന്നുള്ള ഏറിയ ബോധ്യം നമ്മൾ ഭരിക്കണം. ഹലോ, വിശുദ്ധ കരങ്ങളിൽ ഒരുക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചാട്ട് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവശക്തി അനുഭവിക്കാൻ പോകുന്ന നിമിഷമാണ്. നിങ്ങളെ ശാരീരികമായ മേഖലയിൽ, ആത്മീയമായ മേഖലയിൽ, ഭൗതികമായ മേഖലയിൽ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ കാണാൻ പോകുന്ന നിമിഷമാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മളാണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. നമ്മുടെ മധ്യത്തിൽ അധികാരം അയക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ സുഖപ്പെടുത്തുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും ദൈവമാണ്. നമ്മളെ നിലനിർത്തുന്നതും ദൈവമാണ്. വിശ്വാസം യേശു ക്രിസ്തുവിന്റെ ശക്തിയിലാണ് അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനിടയായി. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ വിശ്വാസം യേശു ക്രിസ്തുവിന്റെ ശക്തിയിൽ അവൾ കേന്ദ്രീകരിക്കാനിടയായി. വിശ്വാസം ഒരിക്കലും അവിടെ അഭിമാനത്തിൽ അവൾ കേന്ദ്രീകരിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് അവൾ നോക്കിയില്ല. അവളുടെ ചിന്താഗതിയിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് അവൾ നോക്കിയില്ല. അവളിലുള്ള പ്രമാണത്തേക്ക് നോക്കിയില്ല. അവിടെയുള്ള സംസ്കാരത്തിലേക്ക് നോക്കിയില്ല. അവളുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള ദൈവശക്തിയെ ഗ്രഹിച്ചു. ക്രിസ്തുവിലുള്ള വസ്ത്രത്തിന് മേൽ ഉള്ളത് ദൈവശക്തിയാണെന്ന് അവൾ ഗ്രഹിച്ചു. എങ്ങനെ ഗ്രഹിച്ചു? ദൈവവചനം അവളുടെ ഹൃദയത്തെ ചലിപ്പിക്കാനിടയായി. പഴയ നിയമത്തിലുള്ള വചനത്തെ അവൾ അയവിറക്കുവാനിടയായി. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവിടെ നിന്നു എന്നാണ്. യേശു തിരിഞ്ഞു എന്നുള്ളൊരു പദം കൂടിയാണ് അവിടെ പഠിക്കുന്നത്. ഈ ഓരോ പദത്തിന് ഭയങ്കര അർത്ഥമാണ്. ഹല്ലേലൂയ. യേശു ഇവിടെ തിരിഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ചത് യേശു മരിച്ച ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. യായിറോസിന്റെ മകളുടെ അടുക്കലേക്ക് പോകുന്നു. എന്നിട്ടും അവൻ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ ഇവിടെ നിർത്തുന്നു. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ഒരു പുനഃസ്ഥാപിക്കപ്പെട്ട അല്ലൊരു വീണ്ടെടുക്കപ്പെട്ട ഒരു ഐഡന്റിറ്റിയിലേക്ക് മകളെ ധൈര്യപ്പെടൂ എന്ന് പറഞ്ഞ് അവിടെ അടുക്കലേക്ക് ചെന്ന ഒരു അനുഭവം. രണ്ടാമതായി നമ്മളെ പഠിപ്പിച്ചത് 12 വർഷം നീണ്ട കാലയളവിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ നടുവിൽ അശുദ്ധി നിറഞ്ഞ, ആർക്കും തൊട്ടുകൂടാൻ പറ്റാത്ത, ആർക്കും അവളെ സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ യേശു അവളെ മകളെ എന്ന് വിളിക്കുന്ന അവസ്ഥ. ശരീരം സുഖപ്പെടുന്നതിന് മുമ്പേ യേശു അവളുടെ ഐഡന്റിറ്റിയെയാണ് സുഖപ്പെടുത്തുവാനിടയാകുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മളെ സുഖപ്പെടുത്തുന്നതിന് മുമ്പേ, നമ്മുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നമ്മൾ ആരാണെന്നുള്ള ഐഡന്റിറ്റിയാണ് ദൈവം സുഖപ്പെടുത്തുന്നത്. വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങൾ ആരാണെന്നുള്ളത് ഇവിടെ പുനഃസ്ഥാപിക്കുക. നമ്മളൊക്കെ മാതാപിതാക്കൾ ജന്മനാ മുതൽ നമ്മളെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുവെങ്കിലും യേശു ക്രിസ്തു ആരാണെന്നും എന്താണെന്നുമുള്ള അറിവ് എപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്, അവിടെയാണ് വിടുതൽ ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സുഖം പ്രാപിക്കത്തില്ല. നമ്മൾ ഒരു മതത്തിന്റെ കീഴിൽ ജീവിക്കുന്നതുകൊണ്ട് സുഖം പ്രാപിക്കത്തില്ല. യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലെ ദൈവമാണെന്നുള്ള ആ ഒരു തിരിച്ചറി സ്ഥാപിക്കുന്നത് വരെ നമ്മൾ കഷ്ടത്തിലായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കഷ്ടത, നമ്മുടെ വേദന, നമ്മുടെ രോഗം നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ അറിവ് സുഖപ്പെടണം. നമ്മുടെ അറിവ് സുഖപ്പെട്ടെങ്കിലേ നമ്മുടെ ശരീരത്തിലുള്ള രോഗം സുഖപ്പെടത്തുള്ളൂ. നമ്മളിലുള്ള വെളിപ്പാട് സുഖപ്പെടണം, നമ്മളുള്ള ദർശനം സുഖപ്പെടണം, നമ്മളുടെ കാഴ്ചപ്പാട് ക്ലിയർ ആകണം.
എന്നത് മാത്രമേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്താട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, വചനം പഠിച്ചു മുന്നോട്ട് പോകണേ, ദൈവശക്തി ഗ്രഹിച്ച് മുന്നോട്ട് പോകണേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ദൈവശക്തി ഒരിക്കലും കുറയ്ക്കാൻ പറ്റുന്നതല്ല. ദൈവശക്തി ഒരേ നിലയിൽ നിൽക്കുന്നതാണ്. അതിനെ കൂട്ടാനും ഒന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒന്നും കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ചിന്തകളും നിരൂപണങ്ങളും ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. അതിന് ഇല്ല എന്നേ ഉള്ളൂ. ഒരേ നിലപാടിൽ, ഒരേ കാഴ്ചപ്പാട്, ഒരേ വിശ്വാസത്തിൽ, ഒരേ അനുഭവത്തിലാണ്. ദൈവം എങ്ങനെ ശക്തി വിടുന്നു എന്നത് ഇവിടെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതിന് ഒരേ ഒരു ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഈ സ്ത്രീ സുഖം പ്രാപിച്ചു ആ നിമിഷം മുതൽ എന്ന് പറഞ്ഞാൽ ക്രമേണ സുഖപ്പെട്ടു എന്നല്ല, വൈകി സുഖപ്പെട്ടു എന്നല്ല, ആ നിമിഷം മുതൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വർഷങ്ങളോളം നീണ്ടു നിന്നത് തൽക്ഷണം സുഖപ്പെടുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഓക്കെ, ഇവിടെ വാക്യം 23 മുതൽ 24 വരെയുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ ഒരുപാട് മറ്റൊരു സത്യം കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കുക, ഈ മരണഭവനത്തിൽ ഒരുപാട് പ്രൊഫഷണലിസം കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ആരൊക്കെയാണ് പ്രൊഫഷണലിസം? ഈ 23, 24 വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഒരു കൂട്ടർ യേശു ക്രിസ്തുവിനെ നോക്കി ചിരിക്കാനിടയായി. മരണഭവനത്തിൽ ചിരി. ഒരു കൂട്ടർ പ്രൊഫഷണലായവർ ദുഃഖിതർ. അതായത് പുല്ലാങ്കുഴലൊക്കെ വായിച്ചുകൊണ്ട് പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ പ്രൊഫഷണലായിട്ട് ഉറക്കെ കരയുന്നു. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? വേറൊരു കൂട്ടർ പ്രൊഫഷണലായിട്ട് കാശും മേടിച്ച് ഒരുപാട് സാംസ്കാരികപരമായ ദുഃഖാചരണ ചടങ്ങുകൾ അവിടെ നടത്തുന്നു. ഈ പ്രൊഫഷണലായി ആളുകൾക്കെല്ലാം മരണം അറിയാം. അവർ ഒരുപാട് നിരവധി ശരീരങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പഠിപ്പിക്കുന്നു, യേശു പറയുന്നു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഇങ്ങനെയല്ല ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടർ ചിരിക്കുമ്പോൾ, ഒരു കൂട്ടർ പുല്ലാങ്കുഴലുകളിൽ വായിക്കുമ്പോൾ, ഒരു കൂട്ടർ കാശു മേടിച്ചിട്ട് കരയുമ്പോൾ, ഒരു കൂട്ടർ കാശു മേടിച്ചിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെടിക്കെട്ടും തോർന്നും ചെണ്ടകൊട്ടും വാദ്യമേളകളൊക്കെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ നടത്തുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൂട്ടർ ആളുകൾ കാശു മേടിച്ച് മരിച്ച വ്യക്തിയുടെ ഫോട്ടോകൾ ചെറുതും വലുതുമായിട്ട് മുക്കിലും മൂലയിലും കവലകളിലൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ ഇവരൊക്കെ അവരുടെ പ്രൊഫഷനിലാണ് കാണിക്കുന്നത്. അവർ ഒരുപാട് മരണം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, യേശു പറയുന്നു അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തെ അറിയാതെ പോയാൽ ഉണ്ടാകുന്ന വസ്തുതകൾ. അവർ വിശ്വാസത്തെ അറിയാത്തത് കൊണ്ട് അവർ പരിഹസിക്കുകയാണ്. ഇന്ന് രാത്രി എത്രവരുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, പരിഹസിക്കുന്നവരുടെ നടുവിൽ, ഒരുപാട് കാശു മേടിച്ച് പ്രൊഫഷണൽ കളിക്കുന്നവരുടെ നടുവിൽ യേശു ക്രിസ്തുവിലുള്ള ഒരു അത്ഭുതം കാണുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്യാമോ? ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ഉറക്കം ഒരു താൽക്കാലികമാണ്. ഉറക്കം ഒരു ഉണർവിനേന്തിയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, നീണ്ട വർഷങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നീണ്ട വർഷങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി വേദന അനുഭവിക്കുന്നവർ, രോഗികൾ, കുടുംബത്തെ ചൊല്ലി ഭാരപ്പെടുന്നവർ, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവർ, ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം ഉണരണം. നിങ്ങളുടെ വിശ്വാസം മരിച്ചിട്ടില്ല എന്ന് തീരുമാനിക്കൂ. നിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കൂ. നിങ്ങളെ സഹായിച്ചവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിച്ചവർ നിങ്ങൾക്ക് വേണ്ടി വേണ്ടാത്ത വർത്തമാനം പറയുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കടന്നു വരൂ. ഒരു ഉണർവ് കാണൂ. ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കി വിഷയത്തിൽ, മരിച്ച വിഷയത്തിൽ ജീവൻ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയൂ. ഹല്ലേലൂയ.
സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. അവസാന നിമിഷത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ആത്മീയ സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് വേണം സ്തോത്രം ചെയ്യാൻ. യേശു കർത്താവ് പറഞ്ഞു, ജനക്കൂട്ടം ഇവിടെ നിൽക്കാൻ പാടില്ല, പുറത്തു പോകണം. ജനങ്ങളെ എല്ലാം പുറത്താക്കി, എല്ലാ പ്രൊഫഷണൽ ആൾക്കാരെ പുറത്താക്കി, കാശ് മേടിച്ച വാദ്യോപകരണങ്ങൾ വായിച്ചവരെല്ലാം പുറത്താക്കി, കാശ് മേടിച്ച പബ്ലിഷ് ചെയ്തവരെല്ലാം പുറത്താക്കി. നിരന്തരം നിങ്ങൾ പലതും കാണാം. എന്നാൽ ഇവിടെ യേശു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ അത്ഭുതം തുടങ്ങുന്നു. യായിറോസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പ്രമാണിയുടെ വിശ്വാസത്തിൽ അത്ഭുതം തുടങ്ങാൻ പോകുന്നു. കുടുംബത്തിൽ നേരെ ചൊവ്വയുള്ള ഒരൊറ്റ വ്യക്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ഭവനത്തിലുള്ള കുടുംബത്തിനകത്തിൽ ഒന്നൊന്നായിട്ട് ദൈവത്തെ അറിയാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി വിശ്വാസം ഉണരട്ടെ, വിശ്വാസം ജീവിക്കട്ടെ, വിശ്വാസം ദൈവീയ ശക്തിയെ ഗ്രഹിക്കട്ടെ, വിശ്വാസം അത്ഭുതം കാണട്ടെ. അവിശ്വാസം പുറത്തു പോകണം. അശുദ്ധ ചിന്താഗതിയുള്ളവർ പുറത്തു പോകണം. ദൈവത്തെ പരിഹസിക്കുന്നവർ പുറത്തു പോകണം. നമ്മുടെ ഭവനത്തിൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ എന്നല്ലേ ഇവിടെ പഠിപ്പിച്ചത്? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇവിടെ മരിച്ചവരെ ഉയർത്തുന്ന കൈയൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവൻ അവളെ എന്ത് ചെയ്തു? കൈ പിടിച്ചു എന്നാണ് പറയുന്നത്. യഹൂദ നിയമം അനുസരിച്ച് ഒരു മൃതദേഹത്തെ തൊടുവാൻ അനുവാദമില്ല. ഒരു മൃതദേഹത്തെ തൊടുന്നവൻ ആ വ്യക്തി അശുദ്ധനാകുകയാണ്. എന്നാൽ യേശു ആരെന്നുള്ളത് ഇന്നുവരെയും ആരും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയവർ അവരുടെ ജീവിതത്തെ ദൈവം സ്പർശിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കൂ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. മരണം ഒരിക്കലും നമ്മളെ അശുദ്ധമാക്കത്തില്ല, നമ്മുടെ ജീവിതത്തെ മലിനമാക്കത്തില്ല എന്ന് യേശു പഠിപ്പിക്കുന്നു. ജീവിതം മരണത്തെ മറികടക്കാൻ പോകുന്നു. യേശു സ്പർശിക്കുന്നവരെല്ലാം ക്ഷീണിതരെയും രോഗികളെയും നാട്ടം പിടിച്ചവരെയും അശുദ്ധരെയും ബലഹീനരെയും ആവശ്യക്കാരെയുമാണ് യേശു സ്പർശിക്കുന്നത്. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഉണർത്തണമേ. എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. ഇന്ന് രാത്രി എന്നെ ഒന്ന് സ്പർശിക്കണേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ പോകുകയാണ്. ദൈവം ശക്തിയില്ലാത്തവരെയും ശക്തരെയും ഒരുപോലെ പരിപാലിക്കുന്നു. ഇവിടെ ഒരു ഭരണാധികാരി പ്രമാണിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ തിരസ്കരിക്കപ്പെട്ട 12 വർഷം നീണ്ട രോഗബാധിതയായ സ്ത്രീയെ ദൈവം സൗഖ്യമാക്കി. മരിച്ച കുട്ടിയുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടു. ഞാൻ എൻ്റെ വാക്കിലെ ചുരുക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി സമർപ്പിച്ചാൽ എല്ലാ കണ്ണുകളും അടച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കട്ടെ. അവൻ്റെ ശക്തി, അവൻ്റെ വാക്കുകൾ, അവൻ്റെ അധികാരം, അവൻ്റെ പൊസിഷൻ മനസ്സിലാക്കൂ. യേശുവിൻ്റെ നാമത്തിൽ യേശു നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നു. യേശു നമ്മുടെ വ്യക്തിത്വത്തെ പുനഃസ്ഥാപിക്കുന്നു. യേശു നമ്മളിലുള്ള മരണത്തിൻ്റെ പോരുകളെ കീഴടക്കുന്നു. ആത്മ എന്ന രോഗത്തെ, ക്യാൻസർ എന്ന രോഗത്തെ, എല്ലാ ബലഹീനമായ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ യൂട്രസ് സംബന്ധമായ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഇത് ദൈവശക്തിയുടെ വാക്കുകളാണ്. ഇത് അഭിഷേകത്തിൻ്റെ വാക്കുകളാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണം. വിശ്വാസം തണുത്തുപോയവർ, വിശ്വാസം ക്ഷീണിച്ചു പോയവർ ഇവിടെ ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവരും ദൈവം സ്പർശിക്കണമേ. ഹല്ലേലൂയ. പലവിധമായ ക്ഷീണങ്ങളെ കഴിയുന്നവർ, പലവിധമായ ബലഹീനതയിൽ കഴിയുന്നവർ, പലവിധമായ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവർ, വളരണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ശരീരത്തിലെ രോഗം ക്ഷീണത്തിലേക്ക് നയിക്കുന്നു. ശരീരത്തിലെ രോഗം ബലഹീനതയിലേക്ക് നയിക്കുന്നു. ശരീരത്തിലെ രോഗം വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാവരും സുഖം പ്രാപിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമ്മളെ സുഖപ്പെടുത്തണ്ടേ? നമ്മുടെ വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തണ്ടേ? നമ്മുടെ വിശ്വാസം ദൈവത്തോട് ചേർന്ന് നിൽക്കണ്ടേ? അതുകൊണ്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവത്തിന്റെ കരം നമ്മളെ സ്പർശിക്കട്ടെ.